dear aspirants, welcome to Salem Banking. IBPS POയുടെയും SBI POയുടെയും പ്രിലിംസിന്റെ എക്സാമിങ് എത്തിപ്പോയി. ഓഗസ്റ്റ് 2, 4, 5 SBI POയുടെ പ്രിലിംസും അതേപോലെ തന്നെ IBPS POയുടെ പ്രിലിംസ് ഓഗസ്റ്റ് 17, 23, 24 തീയതികളിലാണ്. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. റീസണിങ്ങിനാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. PO എക്സാം ആയതുകൊണ്ട് തന്നെ 1 വേരിയബിൾ മാത്രമല്ല 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. അപ്പോ ഇപ്രാവശ്യം IBPS-നാണെങ്കിൽ 35 ക്വസ്റ്റ്യന് 40 മാർക്കുമാണ്, റീസണിങ്ങിന്റെ വെയിറ്റേജും കൂടി. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പസിൽസ് ഒന്നേന്നങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഓൾറെഡി നേരത്തെ പസിൽസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് IBPS POയ്ക്കും SBI POയ്ക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സീരീസ് പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ കൂടുതൽ പസിൽസ് വേണം അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പസിൽസ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ടൈപ്പ് ഓഫ് പസിൽസിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? യെസ്, ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഏറ്റവും പുതിയ ബാച്ച് ഏതാന്ന് ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓഫ്ലൈൻ ആയിട്ടാണെങ്കിൽ നമ്മളുടെ ഏറ്റവും പുതിയ റെഗുലർ ബാച്ച് ബേസ് തൊട്ടുള്ള ബാച്ച് നമ്മൾ ജൂലൈ 23 സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് 23 തീയതി മുതൽ 30 വരെ നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ്, നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്ട്ലി നമ്മുടെ കോഴിക്കോടുള്ള വെസ്റ്റ് ഹിൽ ക്യാമ്പസിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഓഫ്ലൈൻ ക്ലാസ് നമുക്കിപ്പോൾ കോഴിക്കോട് മാത്രമാണുള്ളത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 23 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 23 ഓറിയന്റേഷൻ ഡേ ആയിരിക്കും. 24 തീയതി മുതലായിരിക്കും നമ്മളുടെ ക്ലാസ്സും പ്രാക്ടീസ് സെഷൻസും എല്ലാം. അപ്പൊ 30 തീയതി വരെ ഫ്രീ ആണ്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ ഇരിക്കുക, നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആസ്പിറൻസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയിട്ടാണ് വേണ്ടത് എങ്കിൽ നമ്മളുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബാച്ച് ആണ് IBPS SBI ടാർഗറ്റ് ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. പക്ഷേ ഈ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഇനി വരാൻ പോകുന്ന IBPS SBI മാത്രമല്ല, ഇതിനെല്ലാത്തിനും സിലബസ് സെയിം ആണ്. ഇതിനുശേഷം നമുക്ക് RRB വരാനുണ്ട്. SBI ക്ലർക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇതിനെല്ലാത്തിന്റെയും സിലബസ് സെയിം ആണ്, വരുന്ന ബാങ്ക് ആൻഡ് ഇൻഷുറൻസിന്റെ എല്ലാം. സോ അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ഓൺലൈൻ ബാച്ച് എന്ന് പറയുന്നത് IBPS SBI ടാർഗറ്റ് ബാച്ച് ആണ്. സോ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. കഴിഞ്ഞു പോയ കുറച്ച് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 2025 വരുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം ബേസ് മുതലുള്ള ബാച്ച് തന്നെയാണ് നമ്മളുടെ ഈ ഒരു IBPS SBI ടാർഗറ്റ് ബാച്ച്. ഓക്കെ, എങ്കിൽ നമ്മളുടെ IBPS PO അല്ലെങ്കിൽ SBI POയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും എങ്കിലും ഈ ക്വസ്റ്റ്യൻ വായിച്ച് തനിയെ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ തനിയെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ക്വസ്റ്റ്യനും തനിയെ നമ്മൾ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒന്ന് പോസ് ചെയ്യുക, തനിയെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പസിൽസ് എന്ന് പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലായിരിക്കും പല സെന്റൻസസും തരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾസ് യൂസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന സെന്റൻസ് അഥവാ കണ്ടീഷൻസിനെ നോട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. Certain number of people sits around a triangular table such that only 3 persons sits on the corner of the table. ഫസ്റ്റ് സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഇറ്റ്സ് എ ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഒരു ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. പക്ഷേ ഇതെന്തിലാ പറഞ്ഞേക്കുന്നത്? ട്രയാങ്കിൾ ആണ്, അൺസർട്ടൈൻ ആണ്. എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അൺസർട്ടൈൻ ടൈപ്പ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. അൺസർട്ടൈൻ അതായത് എത്ര നമ്പർ. ഇപ്പൊ നമ്മളോട് ഒരു ചുമ്മാ ബോക്സ് ബേസ്ഡ് അറേഞ്ച്മെന്റ് പറയാണ്, 8 ബോക്സ്, അല്ലെങ്കിൽ ഒരു ഫ്ലോർ സീറ്റിംഗ് പറയാണ്, ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ 10 ഫ്ലോർ, അല്ലെങ്കിൽ നമ്മളോട് ഇപ്പം മന്ത് ബേസ്ഡ് പറയാണ് 8 മാസം. ഇതിലെല്ലാം നമ്മളോട് കൃത്യം നമ്പർ പറയും. അൺസർട്ടൈൻ ടൈപ്പിനകത്തിൽ എത്ര നമ്പർ എന്ന് പറയില്ല. തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് മനസ്സിലാക്കാനായിട്ട്, എത്ര നമ്പർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടെ ട്രയാങ്കുലർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്, പക്ഷേ എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞു,
only 3 persons sits on the corner of the table. അതായത് 3 persons എവിടെയുണ്ട്? കോർണറിലുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പൊ നമുക്കതങ്ങ് മാർക്ക് ചെയ്യാം. ബാക്കി എത്രയുണ്ടെന്ന് അറിയില്ല. റെസ്റ്റ് ആർ സിറ്റിംഗ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി ടേബിൾ. ബാക്കി എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാം എവിടെയായിരിക്കും? സൈഡിലായിരിക്കും. എത്ര പേരുണ്ടെന്ന് ഇതുവരെയും നമുക്കറിയില്ല. ഓൾ ആർ ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ. എല്ലാ ആൾക്കാരും എങ്ങോട്ടേക്കാ ഫേസ് ചെയ്യുന്നത്? ഓൾ ആർ ഫേസിംഗ് എവേ ഫ്രം ദി സെന്റർ. എല്ലാവരും സെന്ററിൽ, അതായത് എവേ ഫ്രം ദി സെന്ററിലാണ്. സെന്ററിലേക്കല്ല എല്ലാവരും എന്ത് ചെയ്യുന്നത്? ഫേസ് ചെയ്യുന്നത്. At most 2 persons sits on each side of the table. അതിന്റെ മീനിങ് എന്താ? At most 2 persons sits on each side of the table. ഈ ടേബിളിന്റെ ഓരോ സൈഡ്സിലും മാക്സിമം 2 പേരെ വരാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ മാക്സിമം എത്ര? 2, 4, 6, 6, 3, 9 പേഴ്സൺസ് മാത്രമേ ഇവിടെ ടോട്ടൽ വരാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മാക്സിമം ഒരു സൈഡിൽ വരാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 2. അതാണ് അതിന്റെ മീനിങ്. ഇനിയോ ബാക്കി കണ്ടീഷൻസ് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. The one who sits immediate right of W is sitting on the corner of the table. എന്താ പറഞ്ഞേക്കുന്നത്? ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലുള്ള ആളാരോ. ഇതിപ്പം എല്ലാവരും ഫേസസ് എവേ ഫ്രം ദി സെന്റർ അല്ലേ? നമ്മൾ സാധാരണ ഫേസസ് എവേ ഫ്രം ദി സെന്റർ ആകുമ്പോൾ സൗത്ത് ബേസ് ചെയ്തിട്ടാണ് എടുക്കുക. നോർത്ത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടീഷൻസ് എഴുതിയാലും യാതൊരു കുഴപ്പമില്ല. എങ്ങനാണെങ്കിലും നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. ഇപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലുള്ള ആള് എവിടെയാണ്? കോർണറാണ്. ആ കോർണർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സി കൊടുത്തേക്കുന്നത്. ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണോ ഉള്ളത് ആ ആള് കോർണറിലായിരിക്കും. ഓക്കെ. പി ഹു ഈസ് സിറ്റിംഗ് അറ്റ് ദി കോർണർ സിറ്റ്സ് എ തേർഡ് ടു ദി റൈറ്റ് ഓഫ് ആർ. ശ്രദ്ധിക്കണേ, ആറിന്റെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് ടു റൈറ്റിലാണ് നമ്മളുടെ പി എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞേക്കുന്നത്? പി ഹു സിറ്റ്സ്, പി കഴിഞ്ഞിട്ടാണ്, ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. പി കഴിഞ്ഞിട്ടാണ് കോമ ഇട്ടിട്ട് ഹു എന്ന് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് പിയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പി ഹു സിറ്റ്സ് അറ്റ് ദി കോർണർ സിറ്റ്സ് തേർഡ് ടു ദി റൈറ്റ് ഓഫ് ആർ. ആറിന്റെ തേർഡ് ടു റൈറ്റിലാണ് പി. ആ പി എന്ന് പറയുന്നത് എവിടെയാന്നാ പറഞ്ഞേക്കുന്നത്? കോർണറിലാണ്. നമ്മൾ കണ്ടീഷൻസ് വായിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് സ്പീഡിൽ വേണം. നമ്മളിങ്ങനെ ഒരു തവണ വായിച്ചു, 2 തവണ വായിച്ചു, അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയം നമുക്ക് ഒരിക്കലും എക്സാമിന് കിട്ടില്ല. നമ്മൾ ഒരു തവണ വായിക്കുക, കണ്ടീഷൻസ് നോട്ട് ചെയ്യുന്ന രീതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ. ഇനി only 1 person sit between R and V. ശ്രദ്ധിക്കണേ, ആറിനും വിക്കും ഇടയിൽ ഒരാള്, വി ഹു ഈസ് നോട്ട് അഡ്ജസന്റ് ടു പി, വിയുടെ അടുത്ത് പി വരാൻ പാടില്ല. നിങ്ങൾ ഞാൻ കണ്ടീഷൻസ് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. വിയുടെ അടുത്ത് പി വരാൻ പാടില്ല. ഞാൻ ഇങ്ങനെ റാ പോലെ വരച്ചിട്ട് ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതിനടുത്ത് വരാൻ പാടില്ല എന്നാണ് ഇവര് പറഞ്ഞേക്കുന്നത്. ഓക്കെ. എസ് സിറ്റ്സ് 3 places ലെഫ്റ്റ് ഓഫ് ക്യൂ. ക്യൂവിന്റെ 3 പ്ലേസ് ലെഫ്റ്റിലാണ് ആരെന്ന് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. And T and U are immediate neighbors and sits on the same side of the table. ടിയും യുവും അടുപ്പിച്ചാണ്, ഇവർ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആണ്. ഇവരെവിടെയാ? സെയിം സൈഡിലാ. ഞാനിവിടെ എസ് എസ് എന്ന് മാർക്ക് ചെയ്തത് സെയിം സൈഡാണ്. നമുക്ക് മനസ്സിലായാൽ മതി ഇവർ 2 പേരും സെയിം സൈഡാ. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാക്സിമം 2 പേരെ വരുത്തുള്ളൂ ഒരു സൈഡിലെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ടിയും യുവും ഒരുമിച്ചാണ്, അവർ ഒരു സൈഡിലാണ്. ലാസ്റ്റ് കണ്ടീഷൻ, ഡബ്ല്യു സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വി. ശ്രദ്ധിക്കണേ, ഡബ്ല്യു സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വി. നമ്മൾ കുറച്ചു മുന്നേ ആദ്യം എഴുതിയ കണ്ടീഷൻ ശ്രദ്ധിച്ചേ. ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലുള്ള ആള് കോർണറിലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലുള്ള ആള് കോർണറിലാണ്. ഇവിടെ നോക്കിക്കേ, ഡബ്ല്യു സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വി എന്ന് ഇവിടെ പറഞ്ഞില്ലേ? ഡബ്ല്യു സിറ്റ്സ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് വി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് തന്നെ എനിക്ക് 100% പറയാം വിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലുള്ള ആളാണ് വി. ദിസ് ഈസ് ദി കീ കണ്ടീഷൻ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ആദ്യം എഴുതിയ കണ്ടീഷനും ഈ ലാസ്റ്റ് കണ്ടീഷനും കൂടെ മെർജ് ചെയ്യാനേ നമുക്ക് പറ്റൂ. കണ്ടോ?
W sits immediate left of V and sits fourth to the right of U and sits fourth to the right of U. ഇവിടെ and വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡബ്ല്യുവിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. W sits fourth to the right of U. 1 2 3 നാലാമത്തെ റൈറ്റിൽ W വരണം. ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആര് വരണം? V വരണം. അപ്പൊ 100% ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വി എവിടെ ആയിരിക്കും വരിക? കോർണറിലാ വരിക. പി എവിടെയാ വരിക? കോർണറിലാ വരിക. ദാറ്റ്സ് ഇറ്റ്. വേറെ ഒരു കാര്യമില്ല. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ ഈ കണ്ടീഷൻസ് എഴുതുമ്പോൾ നമുക്ക് ബോധം ഉണ്ടാവണം. അത് കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റണം. വേറെ ഒരു കാര്യമില്ല. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ എൻ്റെ ചോദ്യം, ഏത് കണ്ടീഷൻ എടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? വാട്ട് ഈസ് മൈ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ? ഏത് കണ്ടീഷൻ എടുത്താൽ സ്റ്റാർട്ട് ചെയ്യുക? ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ കണ്ടീഷൻ എടുക്കുക, യുവും വിയും ഡബ്ല്യുവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെടുക്കുന്നതിന് മുന്നേ നമുക്കിവിടെ കോർണറിലാണെന്ന് അറിയാവുന്ന ആള് വിയാ, അതേപോലെ പിയും കോർണറിലാ. ഇതെടുക്കുന്നതല്ലേ കുറച്ചും കൂടെ ബെറ്റർ. കാര്യം എന്താ? ഇവിടെ 2 ഗ്യാപ്പിലാണ് 6. കാരണം ഇവിടെ നോക്കിക്കേ, ഇതെടുക്കുന്നതിനേക്കാൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ നമ്മൾ ഇതെടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാര്യം എന്താ? പി കോർണറിലാണ്, പക്ഷെ 2 ഗ്യാപ്പിൽ 6 വരുന്നുണ്ട്. ആ 2 ഗ്യാപ്പ് എന്ന് പറയുന്നത് 100% എവിടെയായിരിക്കും? സൈഡിലായിരിക്കും. സോ 100% എനിക്കത് മനസ്സിലായി. എങ്കിലും നോക്കിക്കോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 6ന്റെ തേർഡ് ടു റൈറ്റിൽ ആര് വരണം? പി വരണം അല്ലെ? അപ്പം ഇവിടെ ഞാൻ പി എടുത്താൽ ഇവിടെയേ 6 വരൂ. നോക്കിക്കേ, 6ന്റെ തേർഡ് ടു റൈറ്റിൽ പി വരണം. അപ്പൊ 2 പേരെന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ 2 സൈഡിലുണ്ട്. ഇവരാരാണെന്ന് എനിക്ക് അറിയില്ല. നോക്കിക്കേ, 6ന്റെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് ടു റൈറ്റിൽ പി കോർണറില. ഈ കണ്ടീഷൻ കഴിഞ്ഞു. ആ കണ്ടീഷൻ കംപ്ലീറ്റ് ആയി. ഇവിടെ എന്തായാലും 2 പേർക്കേ വരാൻ പറ്റൂ. അപ്പൊ 2 പേര് സൈഡിലുള്ള ആളാണെന്ന് നമുക്ക് 100% ഉറപ്പായി. ഇനി അടുത്ത കാര്യം നോക്കിക്കേ, 6 ഒരു ഗ്യാപ്പിൽ വി ഉണ്ട്, പക്ഷെ വി പിയുടെ അടുക്ക വരാൻ പാടില്ല. ആൻഡ് ഓൾസോ വി എവിടെ ആയിരിക്കണം? കോർണറിലായിരിക്കണം. സിംഗിൾ പോസിബിലിറ്റി ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, 6 ഒരു ഗ്യാപ്പിൽ വി എന്തായാലും ഇവിടെ വരത്തില്ല. ഇവിടെ വി വന്ന വിയും പിയും അടുപ്പിച്ചു വരും, പറ്റത്തില്ല. അപ്പോ 6 ഇവിടെ വേണേ 2 പേര് വരാം, പക്ഷെ 6 ഒരു ഗ്യാപ്പിൽ വി ഇവിടെ വന്നാൽ ഇത് സൈഡായി പോകും. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്, വിയു എവിടെ വരത്തുള്ളൂ? കോർണറിലേ വരത്തുള്ളൂ. സോ 100% ഉറപ്പിച്ചോ, ഇവിടെ ഒരു പേഴ്സണേ ഉള്ളൂ. 6 ഒരു ഗ്യാപ്പിൽ വി ഇവിടെ. കണ്ടോ? ഇങ്ങനെ കണ്ടീഷൻസ് എഴുതി മെർജ് ചെയ്യാൻ നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ വളരെ കുറച്ച് സമയം കൊണ്ട് PO ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് അൺസർട്ടൈൻ നമ്പർ ആണ്, എത്രയാന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇത് 2 വേരിയബിൾ അല്ല, 1 വേരിയബിൾ നമ്മളോട് എവിടെ ചോദിക്കാം? PO മെയിൻസിന് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, ഈ വി എന്ന് പറയുന്ന ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാ. ശ്രദ്ധിച്ചേ, ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാ. അപ്പൊ എല്ലാവരും ഫേസസ് അവേ ഫ്രം ദി സെന്റർ ആയതുകൊണ്ട് തന്നെ ഡബ്ല്യു ഇങ്ങോട്ടേ വരൂ. ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ വി. ഓക്കെ, ഡബ്ല്യുവിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ വി. ആൻഡ് ഓൾസോ ഡബ്ല്യു എന്ന് പറയുന്ന യുവിന്റെ ഫോർത്ത് ടു റൈറ്റിലാ. ടിയും യുവും അടുപ്പിച്ചു വരണം. ഇവിടെ ഡബ്ല്യു വന്നോണ്ട് എന്തായാലും ടിയും യു ഇവിടെ വരത്തില്ല. ഇവിടെ ഒരാളേ ഉള്ളൂ. അപ്പൊ 100% ടിയും യുവും വരാൻ ഇതല്ലാതെ വേറെ സ്ഥലമില്ല. ഫിക്സ്ഡ് ആയി. അപ്പൊ നോക്കിക്കേ, അപ്പൊ യു എവിടെ കൊടുത്താലാ? യു ഇവിടെ കൊടുത്താൽ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റില് പറ്റില്ല. അപ്പൊ ഒരാൾ ഇവിടെ വന്നേ പറ്റൂ. കണ്ടോ? അപ്പൊ യു ഇവിടെ വന്നു. യുവിന്റെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. യു ഇവിടെ കൊടുത്തിട്ട് ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, ഇവിടെ ഒരാൾ വന്നെങ്കിൽ മാത്രമേ ഫോർത്ത് ടു റൈറ്റിൽ എനിക്ക് ഡബ്ല്യു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ എനിക്ക് 100% ഉറപ്പായി ഇത്രയും പേഴ്സൺസ് ഇവിടെ വരൂ. ഇവിടെ ഒരാളെ എക്സ്ട്രാ കൊടുക്കാൻ പറ്റില്ല. ഇനി ഇപ്പൊ കഴിഞ്ഞ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കേതേണ്ട. ഞാൻ കഴിഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞു. ഇനി എനിക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ഈ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ക്യൂവിന്റെ തേർഡ് ടു ലെഫ്റ്റിൽ എനിക്ക് ആര് വരണം? എസ് വരണം. ക്യൂവിന്റെ തേർഡ് ടു ലെഫ്റ്റിൽ എനിക്ക് ആര് വരണം? എസ് വരണം. ക്യൂവിന്റെ തേർഡ് ടു ലെഫ്റ്റിൽ എനിക്ക് എസ് വരണമെങ്കിൽ മിച്ചം വന്ന 2 സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ക്യൂവിന്റെ തേർഡ് ടു ലെഫ്റ്റിൽ എസ് വരണമെങ്കിൽ ക്യൂ ഇവിടെ, എസ് ഇവിടെ, ക്വസ്റ്റ്യൻ സോൾവ്. ഇത്രയേ ഉള്ളൂ കാര്യം.
പക്ഷെ ഇത് ആദ്യം കാണുമ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെയാ എഴുതുക, എവിടുന്നാ എടുക്കുക? ഇപ്പൊ നിങ്ങളിൽ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതെങ്ങനെയാ എവിടുന്ന് എടുക്കണമെന്ന് എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാകാം? ഇറ്റ്സ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ കണ്ടീഷൻസ് എഴുതി എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പിയിൽ നിന്ന് എടുത്താണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പി നോക്കി 6 നോക്കി നമുക്ക് ഒറ്റ തവണ പി കോർണറിലാണ്, അപ്പൊ 2 ഗ്യാപ്പിൽ 6 വരുമ്പോൾ 6ഉം കോർണറിലേ വരൂ. 6 ഒരു ഗ്യാപ്പിൽ വി വരണം, വി കോർണറിലേ വരത്തുള്ള ഈ 2 കണ്ടീഷൻസ് കൂടെ മെർജ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ ലെവലിലേക്ക് നമ്മളുടെ തോട്ട്സ് ഉയരണം, എങ്കിലേ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസും ക്വാളിഫൈ ചെയ്ത് ബാങ്കർ ആകാനായിട്ട് പറ്റുള്ളൂ. സ്മാർട്ട് വർക്ക് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻസി, പെർസീവിയറൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഈ 4 കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ബാങ്കർ ആകാനായിട്ട് പറ്റും. ഇതേപോലത്തെയുള്ള പസിൽസ്, ഇതേപോലെ 2 വേരിയബിൾ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പസിൽസ് ആണ് കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഓഫ് പസിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം എന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതേപോലെ 2 വേരിയബിൾ ക്വസ്റ്റ്യൻസും അതിനുശേഷം പ്രിലിംസിനൊക്കെ ശേഷം നമുക്ക് മെയിൻസ് സീരീസും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം എല്ലാവരോടും പറയാനുള്ളൂ, ഒട്ടും സമയം കളയാതെ ഇരിക്കുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.